നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ ജാമ്യത്തിൽ വിട്ടു. ജാമ്യം അനുവദിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കി. എല്ലാ കേസിലും ജാമ്യം ലഭിച്ചതായി പൾസർ സുനിയുടെ അഭിഭാഷകൻ. സുനി ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നും അഭിഭാഷകൻ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, പൾസർ സുനിക്ക് മറ്റു കേസുകൾ കൂടി ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടെ സുനിക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരിക? കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയോ? മനു, പൾസർ സുനിയെ കോടതിയിൽ നിന്ന് ഇറക്കി നേരെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അഭിഭാഷകൻ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. സുനിക്ക് ഈ കേസിൽ ജാമ്യം ലഭിച്ചതിന് പുറമെ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നൊരു മറ്റൊരു കേസ് കൂടി സുനിക്കെതിരെ ഉണ്ടായിരുന്നു. അതിൽ കൂടി ഇന്നിപ്പോൾ ഈ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസിലും സുനിക്ക് നിലവിൽ ജാമ്യം ലഭിച്ചു എന്നാണ് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ സുനിക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വിചാരണ കോടതിയിൽ നിന്നുള്ള ആ ഉത്തരവുമായി ജയിലിൽ ചെന്ന് അത് സൂപ്രണ്ടിനെ കാണിക്കേണ്ടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടെ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ പൾസർ സുനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 7.5 വർഷത്തിന് ശേഷമാണ് ഈ പൾസർ സുനി ഈ കേസിൽ ജയിൽ മോചിതനാവുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 10ഓളം ജാമ്യ അപേക്ഷകളാണ് പൾസർ സുനി ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. ആ 10 അപേക്ഷകളും തള്ളി. അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിച്ചു. അങ്ങനെ സുപ്രീം കോടതിയിൽ മൂന്നാമതെത്തിയ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ്, മൂന്നാമതും ജാമ്യാപേക്ഷ വന്ന ആ അപേക്ഷാ വാദം കേട്ടാണ് സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യ ഉത്തരവിൽ സുപ്രീം കോടതി സൂചിപ്പിച്ചത് വിചാരണ കോടതിയാണ് ഈ ജാമ്യ ഉത്തരവ് നടപ്പാക്കേണ്ടത്. ജാമ്യം നൽകണം, അത് ഉപാധികളോടെ ആയിരിക്കണം. ഉപാധികൾ എന്തൊക്കെ വേണമെന്നുള്ളത് വിചാരണ കോടതിക്ക് നിശ്ചയിക്കാം. അതിനു മുൻപ് പ്രോസിക്യൂഷൻ്റെ ഒരു അഭിപ്രായം കൂടി തേടാം എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷനോട് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചു. പ്രോസിക്യൂഷൻ കർശന ഉപാധികൾ വേണമെന്ന് തന്നെ വാദിച്ചു. ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്, അതുകൊണ്ട് അത് കണക്കിലെടുത്ത് കർശനമായ ഉപാധികൾ വേണം. ഇരയുടെ അതിജീവിതയുടെ സുരക്ഷ വളരെ പ്രധാനമാണ്, അതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ടുള്ള തരത്തിൽ ഉപാധികൾ വേണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കോടതി കർശന ഉപാധികളോടെ തന്നെ പൾസർ സുനിക്ക് ജാമ്യം നൽകിയത്. ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കരുത്, അതിജീവിതയുമായോ അല്ലെങ്കിൽ മറ്റ് സാക്ഷികളുമായോ കൂടിക്കാഴ്ച നടത്തരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത് എന്ന സാധാരണഗതിയിൽ നിർദ്ദേശിക്കുന്ന ജാമ്യോപാധികൾക്ക് പുറമെ അനുമതിയില്ലാതെ ഈ വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത്, ഒപ്പം മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികൾ കൂടി വച്ചിട്ടുണ്ട്. ഒപ്പം ഈ പൾസർ സുനിയുടെ അടക്കം ജീവന ഭീഷണിയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ സുരക്ഷ പൾസർ സുനിയുടെ, അതായത് പ്രതിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പുവരുത്തണം എന്ന് മാത്രമല്ല, ഈ പ്രതിയുടെ നടപ്പ് രീതി സംബന്ധിച്ച് എല്ലാ മാസവും 10-ാം തീയതി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ ഒരു പ്രത്യേകം റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് സമർപ്പിക്കണം. ഒപ്പം ഈ പൾസർ സുനി ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ, അത് ഏതാണ് എന്നുള്ള സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം കോടതിയെ അറിയിക്കുകയും വേണം എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയത്. സുനിയെ ഇപ്പോൾ കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോയി ഇന്ന് തന്നെ ഈ ജാമ്യോത്തരവ് ജയിലിൽ ഹാജരാക്കി സൂപ്രണ്ടിന് മുമ്പാകെ. ശരി ഉമേഷ്, ഏതായാലും പൾസർ സുനിക്ക് എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കർശന ഉപാധികളോടെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.